എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് സമാധാനം കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ജീവിതത്തിൽ ഒട്ടും സമാധാനമില്ല, ശാന്തിയില്ല എന്നൊക്കെയുള്ള വിഷമത്തിലിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. സമാധാനം കിട്ടാനുള്ള ഈ മാർഗത്തിൻ്റെ പേരാണ് ലെറ്റ് ദം മൈൻഡ് സെറ്റ് എന്ന് പറയും. നമുക്ക് സമാധാനം കിട്ടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ആളുകൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, ഇത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് ആരും ചെവി കൊള്ളുന്നുണ്ടായിരിക്കില്ല. അത് നമ്മുടെ പാർട്ട്ണറാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും അവരതിൽ നിന്ന് തരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു സമാധാനക്കുറവുണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ശരിയാണെങ്കിലും ഒരു തവണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നിർത്തുക. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാനേ പാടുള്ളൂ, അല്ലാതെ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്ത് അവർക്ക് ഗ്രോത്ത് കൊണ്ടുവരാനൊന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വിട്ട് കളയുക, ലെറ്റ് ദം. അവർ എന്താണ് ചെയ്യുന്നത് അതവർ ചെയ്യട്ടെ, അതിനുശേഷം അതിൻ്റെ കോൺസിക്വൻസ് അവർ അനുഭവിക്കട്ടെ. എപ്പോഴും മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം നമ്മളെ തിരുത്താൻ നോക്കുക. നമ്മൾ അതിനോട് എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ആ രീതി മാറ്റാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് സമാധാനം തരുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നതായിരിക്കില്ല നമ്മുടെ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്, നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതായിരിക്കും. ആളുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനപ്പുറം അവരെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനപ്പുറം ആക്സെപ്റ്റ് ചെയ്യുക. അവരൊരു മടിയനാണോ, ഓക്കെ, അവർ മടിയനാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക. അല്ലാതെ അവരെ നിർബന്ധിച്ച് അവരെ ഫോഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ മടി മാറ്റി അവരെ വേറെ രീതിയിലാക്കാനൊക്കെ വേറൊരാളാക്കി മാറ്റാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സമാധാനവും പോവും, അവർക്ക് നമ്മളോടുള്ള താല്പര്യവും കുറയും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് ദം ലിവ് ദെയർ ലൈഫ്. അവർ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കാൻ അനുവദിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ലെറ്റ് ദം ചൂസ്. അവരുടെ ഡിസിഷൻസ് സ്വന്തമായി എടുക്കട്ടെ. അത് തെറ്റോ ശരിയോ എന്താണെങ്കിലും അതിൻ്റെ കോൺസിക്വൻസ് അവർ അനുഭവിക്കട്ടെ. നമുക്ക് ഗൈഡ് ചെയ്യാൻ മാത്രമേ പറ്റൂ, അല്ലാതെ നമുക്ക് ഫോഴ്സ് ചെയ്ത് ആളുകൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ ഇന്ന കാര്യം ചെയ്യണം എന്ന് അവർ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവർ നിർബന്ധിക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കേട്ടു എന്ന് വരില്ല. അപ്പോൾ അത് നമുക്കൊരു മനസ്സമാധാനക്കേട് ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അപ്പോൾ അവർ ഡിസിഷൻസ് എടുക്കട്ടെ, അവർ തീരുമാനങ്ങൾ എടുക്കട്ടെ. അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണോ, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവർ അനുഭവിക്കട്ടെ. ലെറ്റ് പീപ്പിൾ ലിവ് ദെയർ ഓൺ സ്റ്റോറി എന്നാണ് പറയുക. അത് അവരുടെ ജീവിതമാണ്, അപ്പോൾ അവരെ അത് ജീവിക്കാൻ അനുവദിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അവരെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കും. ആളുകളെ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, അവരെ ഒരുപാട് ബഹളങ്ങൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് മോശം ഹാബിറ്റ്സ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലുമൊക്കെ ഉള്ള വഴക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ തീർക്കാനായിട്ട്, ഇവർക്കുള്ള മോശം ശീലങ്ങളെ മാറ്റാനായിട്ട്, അവർക്ക് നല്ല ബുദ്ധി ഉപദേശിക്കാനായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളും ഫിക്സ് ചെയ്തിട്ട് എല്ലാം നേരെയാക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കും. എല്ലാവരെയും സന്തോഷമായിട്ട് ഇരുത്താനായിട്ട്, ആർക്കും മോശമായിട്ടൊന്നും വരാതിരിക്കാനായിട്ട്, അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് ഇടപെടുന്നൊരു ശീലം നമുക്കുണ്ടെങ്കിൽ അത് നിർത്തുക. അവരുടെ ജീവിതം ജീവിക്കാനായിട്ട് അനുവദിക്കുക. മറ്റുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. മറ്റുള്ളവരെയൊക്കെ സന്തോഷമായി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം, മറ്റുള്ളവരെയൊക്കെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം, ഇതൊന്നും നിങ്ങൾക്കില്ല. അവരുടെ ജീവിതം ജീവിക്കട്ടെ, നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക. അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സമാധാനം കളയുന്നൊരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ നമ്മൾ വിട്ടു പോകുന്നത്. അത് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ആളുകൾ നമ്മളെ ഇട്ടിട്ട് പോകുന്നത്. അവർ നമ്മളെ അർഹിക്കുന്നില്ല. നമ്മളെപ്പോലെ ഒരാളെ കിട്ടാനുള്ളൊരു യോഗ്യത അവർക്കില്ല. അതിൻ്റെ മൂല്യം മനസ്സിലാക്കാനുള്ളൊരു അത്രയും ബുദ്ധി, അത്രയും അർഹതയൊന്നും അവർക്കില്ല എന്ന് മനസ്സിലാക്കുക. പോകുന്ന ആളുകൾ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ ആരെയും പിടിച്ചു നിർത്താനൊന്നും ശ്രമിക്കരുത്. വെൻ യു സ്റ്റോപ്പ് ചേസിങ് യു സ്റ്റാർട്ട് അട്രാക്ട്സ് എന്ന് പറയുക. നമ്മളൊരാളുടെ പിന്നാലെ പോകുമ്പോൾ അവരില്ലാതെ നമുക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള താല്പര്യം ഒട്ടും ഇല്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ആളുകളെ അവരുടെ വഴിക്ക് വിടുന്നത്, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളുകൾ സ്വയം വന്നു ചേരും എന്നുള്ളതാണ്. ഒന്നിൻ്റെയും പിറകെ പോകാതിരിക്കുക. അപ്പോൾ അർഹതയുള്ള ആളുകൾ തന്നെ വന്നു ചേരും. നമ്മൾ മറ്റുള്ളവരെ ചൂസ് ചെയ്യുന്നതിന് പകരം നമ്മളെ ചൂസ് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ ഗ്രോത്തിൽ ശ്രദ്ധിക്കുക, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക, നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കും. അത് അവരോട്ട് സന്തോഷമാവുകയില്ല. എന്നിട്ട് നമ്മളാണെങ്കിൽ ഒരുപാട് ഇതിനു വേണ്ടി എനർജി ചിലവാക്കിയിട്ട് നമ്മൾ ഒരുപാട് ഡ്രെയിൻ ആവുകയും ചെയ്യും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ എനർജി മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. അവരുടെ സന്തോഷം അവർ കണ്ടെത്തട്ടെ, നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക. നമ്മളെ തന്നെ ചൂസ് ചെയ്യുന്ന ഒരു സമയം
സമയം വരുമ്പോൾ മറ്റുള്ളവർ നമ്മളെ ചൂസ് ചെയ്യുന്ന ഒരു സമയത്തിലേക്ക് എത്തും. നമ്മളെ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ കണ്ണിൽ നമുക്ക് യാതൊരു വിലയില്ലാതായി മാറും. പിന്നെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സമാധാനം കളയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ക്രെഡിറ്റ് വേറെ ആളുകൾ എടുക്കുമ്പോൾ. ലെറ്റ് ദം ടേക്ക് ദ ക്രെഡിറ്റ്. ആളുകൾ എടുത്തോട്ടെ, അതിനെന്താണ്, നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് തന്നെ ക്രെഡിറ്റ് കിട്ടണം എന്നൊന്നും വാശി പിടിക്കാതിരിക്കുക. അവരുടെ സ്റ്റോറിയിൽ അവർ ഹീറോ ആയിരിക്കും, അങ്ങനെയായിരിക്കും അവർ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കുറച്ച് കാണിച്ചിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ കൂടുതലായി പറഞ്ഞുകൊണ്ട് അവർ സ്വയം ഹീറോ ആവാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടൊന്നും നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ആളുകൾ നമ്മളെപ്പറ്റി എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ലെറ്റ് ദം മിസ്അണ്ടർസ്റ്റാൻഡ് യു, ലെറ്റ് ദം ജഡ്ജ് യു. ആളുകൾ തെറ്റിദ്ധരിച്ചോട്ടെ, നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞു നടന്നോട്ടെ, നിങ്ങളുടെ ഇമേജ് മോശമാക്കിക്കോട്ടെ, ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല. അപ്പം നിങ്ങളെല്ലാവരുടെയും കണ്ണിൽ നല്ല ഒരാളാണ്, നമുക്ക് സമൂഹത്തിൽ നല്ലൊരു പേരാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ബില്ല് വേറെ ആരെങ്കിലും പേ ചെയ്യൂ. നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഞാനൊരു നല്ല ആളാണ്, എനിക്ക് പുറത്ത് നല്ല പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരുമോ? ഒന്നുമില്ല. നമ്മൾ നല്ല ആളാണെങ്കിലും നമ്മൾ ചീത്തയാണെങ്കിലും മറ്റുള്ളവർ നമ്മളെപ്പറ്റി മോശം പറഞ്ഞ് നടന്നാലും മറ്റുള്ളവർ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞ് നടന്നാലും നമ്മുടെ ബില്ലുകൾ നമ്മൾ തന്നെ പേ ചെയ്യണം. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ പുറത്തുള്ള ആളുകൾ നമ്മളെപ്പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് ആലോചിച്ചിട്ട് മനസ്സിൻ്റെ ശാന്തി കളയാതിരിക്കുക. ആളുകൾ പൊതുവെ ഒരുപാട് മനപ്രയാസപ്പെടുന്നത് ഇതിനാണ്. അയ്യോ, അവരെന്നെപ്പറ്റി എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും, ഇവളെന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ എന്നെപ്പറ്റി എത്ര മോശമായിട്ടായിരിക്കും അവർ ചിന്തിക്കേണ്ടായിരിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സമാധാനം പോകുന്ന ആളുകളാണ് അധികമുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ നമ്മളെപ്പറ്റി മോശം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ അരി വെക്കണമെങ്കിൽ നമ്മൾ തന്നെ പൈസ ചിലവാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ സമാധാനം കളയുന്ന ഒരു കാര്യമാണ്, എല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെയായിരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടായിരിക്കുക. ഒരു ബന്ധം നിലനിർത്താനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങളായിരിക്കും ആദ്യം വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരിക്കുക, നിങ്ങളായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെയായിരിക്കും മുൻകൈ എടുക്കുന്നുണ്ടായിരിക്കുക. ഇത് കുറേ ആകുമ്പോൾ നമ്മൾ സ്വയം ഡ്രെയിനായി പോകാനുള്ള അവസ്ഥയുണ്ട്. നമുക്ക് ആ ബന്ധം വളരെയധികം ബുദ്ധിമുട്ടായി തീരാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, അവർക്ക് ഉള്ള സ്പേസ് കൊടുക്കുക. അവർ മെസ്സേജ് അയക്കട്ടെ, അവർ കോൾ ചെയ്യട്ടെ, അവർ ഇനീഷ്യേറ്റീവ് എടുക്കട്ടെ, ചില കാര്യങ്ങളൊക്കെ അവരും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. എഫേർട്ട് ഏതൊരു ബന്ധത്തിലാണെങ്കിലും അത് മ്യൂച്വൽ ആയിരിക്കണം, ഒരിക്കലും വൺ സൈഡഡ് ആവാൻ പാടില്ല. നിങ്ങളില്ലാതെ എനിക്ക് പറ്റില്ല, നിങ്ങൾ ആണ് എൻ്റെ എല്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ബന്ധത്തിലുള്ള അട്രാക്ഷൻ ഇല്ലാതാവുകയാണ് ചെയ്യുക. പിന്നെ അമ്മമാരുടെയൊക്കെ ഒരു സമാധാനം പോകുന്ന ഒരു സംഭവമാണ്, കുട്ടികൾ അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. യൂണിഫോം എവിടെ വെക്കുന്ന അറിയില്ല, ഷൂ എവിടെ വെക്കുന്ന അറിയില്ല, ബുക്കുകൾ ടൈം ടേബിൾ അനുസരിച്ച് അടുക്കി വെക്കില്ല, സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ബുക്കുകളും കൊണ്ടുപോയില്ല, ചിലപ്പോൾ ടിഫിൻ ബോക്സ് കൊണ്ടുപോകാൻ മറക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എത്ര വലുതായാലും പിന്നാലെ നടന്ന് ചെയ്യേണ്ടി വരിക എന്നൊക്കെയുള്ള ഒരു പ്രശ്നം, അത് അങ്ങനെ ഒരു സമാധാനക്കേട് അമ്മമാർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ കാര്യത്തിലും ഒന്ന് പിന്നോക്കം അടിക്കുക. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും കുറേ പ്രാവശ്യം ചെയ്തു കൊടുത്തിട്ടും കുട്ടികൾ കേൾക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അതിൻ്റെ കോൺസിക്വൻസ് അനുഭവിക്കാൻ അനുവദിക്കുക. അവരൊരു ദിവസം ബുക്ക് കൊണ്ടുപോകാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്ടാവുക, സ്കൂളിൽ നിന്ന് ടീച്ചർ എന്തെങ്കിലുമൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ സ്വയം ബുക്ക് മറക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം ടിഫിൻ കൊണ്ടുപോകാൻ അവർ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുക, അവർ മറന്നു പോവുകയാണെങ്കിൽ എന്താണ്ടാവുക, അവിടെ പോയി ഒരു ദിവസം അവർ വിശന്നിരിക്കേണ്ടി വരും സ്കൂളിൽ പോയിട്ട്. അപ്പോൾ പിന്നെ അവരത് മറക്കില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കോൺസിക്വൻസസ് അവരെ അനുഭവിക്കാനായിട്ട് അനുവദിക്കുക. എപ്പോഴും നിങ്ങൾ തന്നെ ഇങ്ങനെ മുന്നോട്ട് നടന്ന് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്ര വലുതായാലും ആരും ഒന്നും പഠിക്കാൻ പോകുന്നില്ല. എപ്പോഴും നിങ്ങൾ തന്നെ ഇങ്ങനെ ഓടി നടക്കേണ്ട അവസ്ഥ വരും. എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എല്ലാവരുടെയും കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം, എല്ലാവരും ഒന്നും മറക്കാതിരിക്കാൻ, ഒരു ബന്ധവും നശിക്കാതിരിക്കാൻ എല്ലാത്തിനുള്ള ഇനീഷ്യേറ്റീവ് നിങ്ങൾ തന്നെ എടുക്കുക, എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള മൈൻഡ് സെറ്റ് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമാധാനം ഇല്ലാതാവുന്നത്. അപ്പോൾ അതിനുള്ളൊരു പോംവഴിയാണ് ലെറ്റ് ദം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ലെറ്റ് ദം ജഡ്ജ് യു, ലെറ്റ് ദം മിസ്അണ്ടർസ്റ്റാൻഡ് യു, ലെറ്റ് ദം ഫേസ് ദ കോൺസിക്വൻസസ്, ലെറ്റ് ദം ഗോ. പോകേണ്ടവർ പോകട്ടെ, അവരുടെ പിന്നാലെ നടന്ന് പിടിച്ചു നിർത്താനൊന്നും ശ്രമിക്കരുത്. ലെറ്റ് ദം സ്ട്രഗിൾ. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കട്ടെ. അല്ലാതെ എല്ലാം ഈസിയാക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ ഓടി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഈ ലെറ്റ് ദം അപ്രോച്ചിലൂടെ മറ്റുള്ളവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരുടെ ലൈഫ് കൺട്രോൾ ചെയ്യാനും ഫിക്സ് ചെയ്യാനൊക്കെ ശ്രമിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കുറേയധികം സമാധാനം കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്.